കൊല്ലം കടക്കലിൽ ഇന്നൊരു കുഞ്ഞു പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്ന 9ാം ക്ലാസ്സുകാരി ഫാത്തിമ മുബഷിറയെ. ഫാത്തിമയുടേത് തൂങ്ങിയ മരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിനുള്ള മനോവിഷമത്തിൽ പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മിഥുൻ സുധാകരനുണ്ട്. മിഥുൻ, എന്താണ് ഈ ഫാത്തിമയുടെ ആത്മഹത്യ സംബന്ധിച്ച് പോലീസിന് കൂടുതൽ കണ്ടെത്തൽ? അവരെന്താണ് പറയുന്നത്? ആദർശ്, കഴിഞ്ഞ ദിവസമാണ് കടക്കൽ സ്വദേശിനിയായിട്ടുള്ള 9ാം ക്ലാസ്സുകാരി ഫാത്തിമ മുബഷിറയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി എന്നതായിരുന്നു വീട്ടുകാർ ആദ്യം നൽകിയ മൊഴി. ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് തൂങ്ങി മരണമാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പോലീസ് അത് സംബന്ധിച്ച് മൊഴിയെടുത്തപ്പോൾ വീട്ടുകാരും അത് സമ്മതിച്ചിട്ടുണ്ട്. തൂങ്ങി മരണമായിരുന്നു, പിന്നീട് അഴിച്ച് താഴെ കിടത്തുകയായിരുന്നു എന്ന കാര്യം വീട്ടുകാരും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ആദ്യം അബോധാവസ്ഥയിൽ കട്ടിൽ കിടക്കുന്നു എന്നതായിരുന്നു വീട്ടുകാരുടെ മൊഴി. എന്തായാലും കൂടുതൽ മൊഴിയടക്കം ശേഖരിച്ച് കടക്കൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഈ വീട്ടുകാർ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചിരുന്നു. അമിത ഉപയോഗം കാരണം വാങ്ങിവെച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കി എന്നൊരു നിഗമനത്തിലാണ്